ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പം ഡിസംബർ 26 ദത്താത്രേയ ജയന്തിയാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ് ദത്താത്രേയ ഭഗവാൻ എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതേപോലെ തന്നെ അതേ ദിവസം തന്നെ ഡിസംബർ 26 പൗർണമിയുമാണ്. അന്ന് അന്നപൂർണ ജയന്തിയുമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിലും അവരവരുടെ ഒരു പ്രാദേശിക ദേവതമാരും ദേവന്മാരും കാണും അല്ലേ. അപ്പം അതനുസരിച്ചിട്ടാണ് ഓരോ പ്രദേശങ്ങളിലും ഓരോ ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് തൃക്കാർത്തിക ദീപം, നമ്മൾ സാധാരണ കേരളത്തിൽ തൃക്കാർത്തിക ദീപത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദേവിക്കാണ് കൊടുക്കുന്നത്, ദേവീ ക്ഷേത്രങ്ങളിൽ. കാരണം കാർത്തിക നക്ഷത്രം ഭഗവതിയാണ്. അപ്പം ദേവിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, പ്രത്യേകിച്ച് കുമാരനെല്ലൂർ കാർത്തിക ഭഗവതിയാണല്ലോ, അതേപോലെ ദേവിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ കാർത്തിക ദീപം കത്തിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും കത്തിക്കും, എങ്കിലും ഒരു മുൻതൂക്കം ഭഗവതിക്കുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും കേരളത്തിൽ കാർത്തിക ദീപം കത്തിക്കും, അതൊരു കാര്യം തന്നെ. പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോയി കഴിയുമ്പം അവിടെ എന്താണ്, വേലായുധ സ്വാമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവിടെ കാർത്തിക ദീപം കത്തിക്കുന്നത്. കാരണം കൃത്തികമാർ വളർത്തിയ ബാലനാണ് വേലായുധ സ്വാമി. അതേപോലെ ഞാൻ പറഞ്ഞു, തിരുവണ്ണാമലയിൽ ശിവഭഗവാന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോ ഭാഗങ്ങളിലും ഓരോ ദേശങ്ങളിലും അതനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. ദീപാവലി തന്നെ ഉത്തർപ്രദേശിൽ പറയുന്നത് പോലെയല്ല ബംഗാളിൽ പറയുന്നത്. ഉത്തർപ്രദേശിൽ ശ്രീരാമന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ ദേവിക്കാണ് പ്രാധാന്യം വരുന്നത്. അതേപോലെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാകും. പൂജാരീതികൾക്ക് വ്യത്യാസങ്ങളുണ്ടാകും, പ്രാർത്ഥനകൾക്ക് വ്യത്യാസങ്ങളുണ്ടാകും. നമ്മളിവിടെ ക്ഷേത്രങ്ങളിൽ മന്ത്രം തിരുമേനിമാർ ജപിക്കുമ്പം അധികം പുറത്തേക്ക് കേൾക്കാറില്ല. ആ രീതിയിലാണ് അവർ മന്ത്രം ജപിക്കുന്നത്. എന്നാൽ കേരളത്തിന് പുറത്തേക്ക് പോയി നോക്കൂ, ഒരു ആന്ധ്ര തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് തിരുപ്പതി പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പം അവിടെ ഉച്ചത്തിൽ അവിടുത്തെ പൂജാരിമാർ നാമം ജപിക്കുന്നത് കേൾക്കാം. അപ്പോൾ ഓരോ സമ്പ്രദായങ്ങൾക്കും വ്യത്യാസമുണ്ട്, പൂജാ സമ്പ്രദായങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം തുളസി തീർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം കുറച്ച് ആളുകൾ അതിലൊരു സംശയം ചോദിച്ചു. ഞാൻ ആ തുളസി തീർത്ഥം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ തിരുപ്പതിയിലെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു തിരുമേനി പൂജാരി എന്നോട് ആ ക്ഷേത്രത്തിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ തിരുമേനിയുടെ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം ഞാൻ പ്രത്യേകം ചോദിച്ചു, ഇത് നമുക്ക് വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്കിങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോടിത് പറഞ്ഞു തന്നത്. കാരണം എനിക്ക് കിട്ടിയ ഒരു പുതിയ ഒരു അറിവായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. കാരണം ഇപ്പം നമ്മൾ തന്നെ നമ്മളിവിടെ ലഡ്ഡു ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ലഡ്ഡുവിന് ഇപ്പം കടലമാവും പഞ്ചസാരയൊക്കെ ചേർത്തുണ്ടാക്കും. അതിനകത്ത് ഒരിക്കലും നമ്മൾ ഈ പച്ചക്കർപ്പൂരം ചേർക്കാറില്ല. എന്നാൽ ആ രുചിയാണോ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ലഡ്ഡുവിനുള്ള രുചി? അതിനൊരു വേറൊരു ഗ്യാസ് പോലെ ഒരു കാര്യമുണ്ട്. അതെന്തുകൊണ്ടാണ്? അവിടെ പച്ചക്കർപ്പൂരം പൊടിച്ച് ഇതിനകത്ത് ചേർക്കും ഈ ലഡ്ഡുവിനകത്ത്. അതുപോലെ ഭഗവാൻ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ താടി ഭാഗത്ത് ഈ പച്ചക്കർപ്പൂരം വെക്കാറുണ്ട്. കാരണം പച്ചക്കർപ്പൂരത്തിന് മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ട് എന്ന് പറയും. അതുപോലെ ധനവരവിന് ഏറ്റവും പ്രാധാന്യമായിട്ട് അവരുപയോഗിക്കുന്ന ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. അതൊക്കെ ഓരോ പ്രദേശത്തെയും വിശ്വാസങ്ങളാണ്. അപ്പം അതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. എല്ലാം ശരിയാണ്. നമുക്ക് എന്താണോ സന്തോഷമായി തോന്നുന്നത്, അതല്ലെങ്കിൽ നമുക്ക് എന്താണോ തൃപ്തിയായി തോന്നുന്നത്, അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിലൊരു ഡോക്ടറേറ്റ് എടുത്ത ഒരാളൊന്നുമല്ല, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു വിശ്വാസമെന്ന് പറയുന്നത്, ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ വിശ്വസിച്ച് നമ്മളിനി എന്ത് ചെയ്താലും അത് ഭഗവാന് തൃപ്തിയാണ്. ഇപ്പം എനിക്ക് ഇതേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഞാനത് പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാന് കൊടുത്താൽ ഭഗവാൻ അത് സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞ ഒരു കഥ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അത് ഒരു വൈദ്യൻ്റെ കഥയാണ്.
തെറ്റായ പൂജ അല്ല മരുന്നാണ് അയാൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായ ഒരു മന്ത്രമാണ് അയാൾ പറയുന്നത്. പക്ഷേ ആ മന്ത്രം ചൊല്ലി ആ മരുന്ന് കൊടുക്കുമ്പോൾ അതിന് ഫലം കിട്ടുകയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുഭക്തിയാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട്, ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കൂ. അതേപോലെ ഞാൻ ഭഗവാനെ വിശ്വസിച്ച്, ഭഗവാൻ എനിക്കത് തരുമെന്ന് വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിൽ എൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ അത് സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് കൃത്യമായി ഓരോ കാര്യങ്ങളും ആ വിധികൾക്കനുസരിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. എൻ്റെ പരിമിതമായ അറിവിനകത്ത് നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കഥകളൊക്കെ തന്നെ ആയാലും ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് കിട്ടുന്ന അറിവുകളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അങ്ങനെ പറയുന്നു എന്ന് പറയുന്നത്. കാരണം എനിക്കറിയില്ല, ഇത് പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ഏതെങ്കിലും ഇതുപോലെ വഴിയെ പോകുന്നവരല്ല, ഞാൻ അത് ആ ക്ഷേത്രത്തിലെ തിരുമേനിയോട് ചോദിച്ച് മനസ്സിലാക്കിയാണ്. അപ്പോൾ തിരുമേനിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് ആധികാരികമായി ഇപ്പം ദത്താത്രേയ മഹർഷി അങ്ങനെയാണ് എന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ വായിച്ച പുസ്തകത്തിൽ അങ്ങനെ പറയുന്നു, അതേ എനിക്കറിയുള്ളൂ. അല്ലാതെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. അപ്പം നിങ്ങൾ അതേപോലെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ്. അല്ല, ചിലപ്പോൾ ചില വേറെ വീഡിയോകളിൽ പിന്നെ തുളസി തീർത്ഥം ഉണ്ടാക്കുന്നത് ചിലപ്പം വേറെ രീതിയിലായിരിക്കും പറയുന്നത്. അതെനിക്കറിയില്ല. ഞാൻ പഠിച്ചതോ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നതോ ആയ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമായി തോന്നുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഞാൻ പുസ്തകത്തിൽ വായിച്ചതോ അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളോ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതല്ലാതെ ഒന്നും എനിക്കറിയുകയുമില്ല. ഞാനിങ്ങനെ ആരെങ്കിലും തിരുമേനിമാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനത് പോയി ചോദിക്കാറുണ്ട്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവരെനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ തിരുപ്പതിയിൽ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ യാദൃച്ഛികമായി എനിക്ക് ആ പൂജാരിയോട് കുറച്ച് സമയം സംസാരിക്കാനായിട്ട് പറ്റി. ആ സമയത്താണ് നമുക്ക് കേരളത്തിൽ കിട്ടുന്ന തീർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രുചി എനിക്കതിൽ തോന്നിയപ്പം എന്താണ് ഇതിൽ ചേർക്കുന്നത്, എങ്ങനെയാണ് അങ്ങ് ഇതുണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ട് പ്രത്യേകം പറയുകയും ചെയ്തു, ഇത് നമ്മളുടെ പൂജകളിൽ, ഏകാദശി പോലെയുള്ള പൂജകളിൽ ഇത് തീർത്ഥമായി ഈ രീതിയിൽ ഉണ്ടാക്കി ഉപയോഗിക്കാം എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി. കാരണം ചിലത് ക്ഷേത്രത്തിൽ മാത്രം പറ്റുന്നതായിരിക്കാം. അപ്പോൾ അദ്ദേഹം എന്നോട് അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമ്പ്രദായത്തിനനുസരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം അവിടെ അവർ ആരാധിക്കുന്നത് തിരുപ്പതി വെങ്കടേശ്വരനെയാണ്. പൂർണ്ണമായ തിരുപ്പതി ക്ഷേത്രത്തിലെ അല്ല, അതിൻ്റെ താഴെയുള്ള ഒരു കൊച്ചു ക്ഷേത്രത്തിലെ പൂജാരിയാണ് പറഞ്ഞത്. തിരുപ്പതി ക്ഷേത്രത്തിലെ തിരുമേനിയോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അത്രയും ഒരു ഇതൊന്നും എനിക്കില്ല. കാരണം അവരോടൊന്നും സംസാരിക്കാനായിട്ട് നമുക്ക് ആ സാഹചര്യത്തിലൊന്നും പറ്റില്ല. ഇത് താഴെയുള്ള ഒരു കൊച്ചു ക്ഷേത്രത്തിലെ ഒരു പൂജാരി പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്കത് ബോധ്യപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ 26-ാം തീയതി, ഡിസംബർ 26-ാം തീയതി അന്നപൂർണ ജയന്തിയാണ്. അന്നപൂർണ ദേവി എന്ന് പറയുന്നത് പാർവതി ദേവി തന്നെയാണ്. അതിന് അന്നപൂർണ ദേവിയുടെ ഒരു കഥ പറയാം. പാർവതി ദേവിക്ക് അന്നപൂർണ ദേവിയുടെ ആ ഒരു ഭാവം എങ്ങനെ ഉണ്ടായി എന്ന് കഥ ഞാൻ പറഞ്ഞു തരാം. അതെന്ന് പറയുന്നത്, ഒരിക്കൽ ശിവഭഗവാനും പാർവതി ദേവിയും തമ്മിൽ ഇങ്ങനെ ഒരു ചൂതാട്ടം പോലെയുള്ള ഒരു കളി കളിക്കുകയാണ്. അങ്ങനെ കളിച്ച് പന്തയം വെച്ചിട്ട് ഭഗവാൻ അങ്ങ് ദേവിയുടെ മുമ്പിൽ തോറ്റു പോകുന്നു. ഭഗവാന്റെ ശൂലവും കഴുത്തിൽ കിടന്ന നാഗവും എല്ലാം ഭഗവാൻ ദേവിക്ക് പണയം വെച്ചു. ഭഗവാൻ പക്ഷേ ദേവിയുടെ അടുത്ത് തോറ്റുപോകുന്നു. അങ്ങനെ ഭഗവാൻ വിഷമിച്ച്, എന്നാൽ ഭഗവാൻ നാരായണനെ ഒന്ന് കണ്ടേക്കാം, എന്നിട്ട് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി പരമശിവൻ ഭഗവാൻ നാരായണൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പം നാരായണൻ പറയുന്നു, വിഷമിക്കണ്ട, അങ്ങ് തിരിച്ചു പോയി വീണ്ടും ഒന്നുകൂടെ കളിക്കൂ, അപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ വാസുദേവൻ്റെ ഉപദേശപ്രകാരം മഹാദേവൻ തിരിച്ച് പാർവതി ദേവിയുടെ അടുത്ത് എത്തുകയും വീണ്ടും കളിക്കുകയും ചെയ്യുന്നു. ആ കളിയിൽ ഭഗവാൻ മഹാദേവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ പകിട ചലിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പോയതെല്ലാം ഭഗവാൻ തിരിച്ചെടുത്തു. ഇതിൽ ഭയങ്കരമായ ഒരു അരിശം ദേവിക്കുണ്ടാകുന്നു.
ദേവിയും ഭഗവാനും തമ്മിൽ തർക്കമുണ്ടാകുന്നു. കള്ളക്കളി കളിച്ചതാണെന്നൊക്കെ ദേവി പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഇങ്ങനെയുള്ള ഭോഗവസ്തുക്കളിലൊന്നും ദേവി ആസക്തിപ്പെടരുത്, ഇതെല്ലാം ഒരു മായയാണ്. എന്തിനു പറയുന്നു? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഒരു മായയാണ് എന്ന് ഭഗവാൻ ദേവിയോട് പറയുകയാണ്. അപ്പോൾ ദേവിക്ക് വീണ്ടും ദേഷ്യം വരുന്നു. ദേവി പറയുന്നു, അങ്ങനെയൊന്നും ഭഗവാൻ പറയരുത്, ഭക്ഷണമൊന്നും ഒരു മായയല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഭക്ഷണം ഇനിയില്ല, എല്ലാവരും എങ്ങനെ ജീവിക്കുന്നുവെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ദേവി അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോഴേക്കും ത്രിലോകങ്ങളിലും ഭയങ്കരമായ വരൾച്ച ഉണ്ടാകുകയും ജനങ്ങളെല്ലാം, ദേവന്മാരും ജനങ്ങളുമെല്ലാം ഭക്ഷണമില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊടും പട്ടിണിയിലാവുകയാണ്. അപ്പോൾ ദേവി ഇത് കാണുന്നുണ്ട്. ദേവിക്ക് ഭയങ്കരമായ സങ്കടം തോന്നുന്നു ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും. കാരണം അമ്മയാണ്. അങ്ങനെ ഭഗവതി അന്നപൂർണേശ്വരി ദേവിയുടെ രൂപം പൂണ്ടുകയും കാശിയിൽ വാരണാസിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ ഒരു അടുക്കള തുറന്നു. എന്നിട്ട് അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഈ വിവരം അറിഞ്ഞ് ഭഗവാനും ഭൂതഗണങ്ങളും എല്ലാവരും കൂടി അവിടെ എത്തുകയും ഭഗവാൻ ഒരു ഭിക്ഷാപാത്രവുമായി വന്ന് ദേവിയോട് ക്ഷമ ചോദിക്കുകയും ഭഗവാൻ സ്വന്തം കൈയാൽ ദേവിയെ പൂജിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, ഭക്ഷണം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അതില്ലാതെ സപ്തർഷികൾക്ക് പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഭഗവതി തെളിയിച്ചു എന്ന് ഭഗവാൻ ദേവിയോട് പറയുന്നു. ഇപ്പോഴും കാശിയിൽ വാരണാസിയിൽ അന്നപൂർണാദേവിയുടെ ക്ഷേത്രമുണ്ട്. 3 നേരവും അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഒരു കയ്യിൽ സ്വർണ്ണക്കലശവും മറുകൈയിൽ രത്നങ്ങൾ നിറച്ച ഒരു പാത്രവും അതിൽ ധാന്യങ്ങളുമായി ഇരിക്കുന്ന രൂപത്തിലാണ് അന്നപൂർണേശ്വരിയുടെ രൂപം. അപ്പോൾ ഒരു കയ്യിൽ സ്വർണ്ണക്കലശമുണ്ട്, മറുകൈയിൽ രത്നങ്ങൾ പതിച്ച ഒരു കലശമുണ്ട്. ആ കലശത്തിൽ ധാന്യങ്ങളാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ദേവിയുടെ രൂപം. ആ ക്ഷേത്രത്തിൽ 2 തരത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. ഒന്ന് പിച്ചള വിഗ്രഹം, ആ വിഗ്രഹമാണ് നമ്മൾ ദിവസവും പോകുമ്പോൾ കാണുന്നത്. പിന്നെ ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം ദീപാവലിയുടെ തലേ ദിവസമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. 3 നേരവും അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതാണ് അന്നപൂർണ ദേവി ക്ഷേത്രം വാരണാസി. അപ്പോൾ ആ ദേവിയുടെ ജയന്തിയായിട്ടാണ് നമ്മൾ ഡിസംബർ 26-ാം തീയതി പൗർണമി ദിനത്തിൽ ആചരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദത്താത്രേയ ജയന്തിയും അന്നപൂർണ ജയന്തിയും ഈ ഡിസംബർ 26-ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയിൽ ഇവരെ 2 പേരെയും ഉൾപ്പെടുത്തുക. ഓം അന്നപൂർണേശ്വരിയെ നമ എന്ന് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. 108 തവണ ജപിക്കാം. അതല്ലെങ്കിൽ പൗർണമിയും കൂടി ആയതുകൊണ്ട് വളരെ വിശേഷമാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. അത് നിങ്ങൾക്ക് ജപിക്കാം. അതല്ലെങ്കിൽ ദേവീ മഹാത്മ്യത്തിന് പകരമായിട്ട് ദുർഗാ സപ്തശ്ലോകി, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. ദുർഗാ സപ്തശ്ലോകി പാരായണം ചെയ്താൽ ദേവീ മഹാത്മ്യം മുഴുവൻ പാരായണം ചെയ്തതിന് തുല്യമാണ്. അത് നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട്, ചാനലിൽ ആ വീഡിയോ ഉണ്ട്. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ സപ്തശ്ലോകി മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അത് എഴുതി വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്തു തന്നെയായാലും ഡിസംബർ 26-ാം തീയതി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദത്താത്രേയ ഭഗവാനെയും ദേവി അന്നപൂർണേശ്വരിയെയും ഉൾപ്പെടുത്തുക. അത് നമുക്ക് വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. അന്നം നമുക്ക് എന്നും ആവശ്യമാണ്. നമ്മൾ ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതുമെല്ലാം അന്നത്തിന് വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിൽ മറ്റെന്തുണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം ഐശ്വര്യമാണ്. പൗർണമി ആയതുകൊണ്ട് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം. അന്നപൂർണ ദേവിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ
ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഹരേ കൃഷ്ണ.